ആരായിരുന്നു ലോക ഫുട്ബോളിന് ഡീഗോ മറഡോണ? കേൾക്കാം. നൂറ്റാണ്ടിന്റെ ഗോൾ. 1968 ബ്യൂണസ് അയേഴ്സിന് സമീപമുള്ള ലാനസ് എന്ന ചെറുനഗരം. പ്രാദേശിക ക്ലബിനായുള്ള ജൂനിയർ ഫുട്ബോൾ ടീം സെലക്ഷൻ നടക്കുകയാണ്. ഉയരം കുറഞ്ഞ മെലിഞ്ഞ ഒരു 8 വയസ്സുകാരൻ സെലക്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. ഉദ്ദേശം 60ഓളം കുട്ടികളിൽ ഏറ്റവും ചെറിയവൻ അവനായിരുന്നു. കൈവശം ഒരു കൊച്ചു ബാഗ്, മറ്റൊന്നുമില്ല. മറ്റു കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളുണ്ടായിരുന്നു. അവന്റെ കൂടെ അവൻ മാത്രം. സെലക്ഷന് നേതൃത്വം നൽകിയത് കൊറാജോ എന്ന യുവ പരിശീലകൻ. പയ്യനെ അരികിൽ വിളിച്ച് സെലക്ടർ ചോദിച്ചു, കൈവശം ഫുട്ബോൾ ഉണ്ടോ? ഇല്ല എന്ന മറുപടി. കിറ്റുണ്ടോ? ഇല്ല എന്ന ആവർത്തനം. തിരിച്ചറിയൽ കാർഡുണ്ടോ? അതുമില്ല എന്ന് പയ്യൻ പറഞ്ഞപ്പോൾ സെലക്ടർ ക്ഷുഭിതനായി. പിന്നെ എന്തിനാണ് വന്നത്? അദ്ദേഹത്തിന്റെ ചൂടൻ ചോദ്യത്തിന് തല ഉയർത്തിയുള്ള മറുപടി, കളിക്കാൻ വന്നതാ. 7 കുട്ടികളുള്ള വലിയ കുടുംബത്തിൽ നിന്നായിരുന്നു അവന്റെ വരവ്. മൂത്തവർ 4 സഹോദരിമാർ. അവർ സ്കൂളിൽ പഠിക്കുന്നു. അവന് താഴെ 2 ചെറിയ അനുജന്മാർ. അവർ വീട്ടിലാണ്. രാവിലെ സ്കൂളിലേക്ക് പുസ്തകങ്ങളുമായി എല്ലാവരും പോകുമ്പോൾ അവന്റെ വിനോദം സ്കൂൾ പ്രാന്തത്തിലെ മൈതാനമായിരുന്നു. അവിടെ പോയിരിക്കും. പന്ത് കിട്ടിയാൽ തുള്ളിച്ചാടും. അവിടെ കളിക്കുന്നവർക്കൊപ്പം കളിക്കും. പയ്യന്റെ കളിഭ്രാന്ത് കണ്ട് നാട്ടിലെ എസ്ട്രേല റോജ എന്ന ക്ലബ്ബുകാർ അവനെ വിളിച്ചു. പന്ത് തരാം, പണം തരില്ല. നീ നന്നായി കളിക്കണം. അവന് പണം വേണ്ടിയിരുന്നില്ല, പന്തായിരുന്നു ആവശ്യം. അർജന്റീനയുടെ ആസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിന് നല്ല ഫുട്ബോൾ ടീമുണ്ടായിരുന്നു. അർജന്റീനോസ് ജൂനിയേഴ്സ് എന്ന കൊച്ചു സംഘം വേറെയും. ഈ കുട്ടിക്കൂട്ടായ്മയിലൂടെ പയ്യന് വലിയ ക്ലബിന്റെ ബോൾ ബോയ് ജോലി ലഭിക്കാൻ തുടങ്ങി. ബൊക്കെ ജൂനിയേഴ്സും റിവർ പ്ലേറ്റുമെല്ലാം ഫസ്റ്റ് ഡിവിഷൻ കളിക്കുമ്പോൾ ബോൾ ബോയിയായി അവന് മൈതാനത്ത് അവസരം. ഇഷ്ടമുള്ള ജോലി ആയിരുന്നില്ല അവന് പന്ത് പെറുകൽ. പക്ഷേ ഒരു കാര്യമുണ്ടായി. വലിയ താരങ്ങളുടെയും ക്ലബ്ബുകളുടെയും കളി കാണാൻ ടിക്കറ്റില്ലാതെ തന്നെ അവസരം. ഇടവേള സമയത്ത് അവൻ മൈതാനത്തിറങ്ങും. കിക്ക് ഓഫ് സ്ഥാനത്ത് വെച്ച പന്തെടുത്ത് തലയിൽ വെക്കും. പിന്നെ പന്തുമായുള്ള പ്രണയ പോരാട്ടമാണ്. സ്റ്റേഡിയത്തിലെ കാണികൾക്ക് ഇടവേള സമയത്ത് അത് രസമുള്ള കാഴ്ചയായിരുന്നു. അവർ കൈയടിക്കും. പന്ത് നിലത്ത് വീഴാതെ അവൻ ബാലൻസ് ചെയ്യും. ബോൾ ബോയ് ജോലി കഴിഞ്ഞാൽ പിന്നെ കളിയാണ്. 1976 ഒക്ടോബർ 20. അർജന്റീനോസ് ജൂനിയർ ടീം അന്ന് ഫസ്റ്റ് ഡിവിഷൻ കളിക്കുകയാണ്. പ്രതിയോഗികൾ ടെലേസ് ഡി കോർദോബ. ബ്യൂണസ് അയേഴ്സിലെ സ്റ്റേഡിയത്തിൽ കളി കാണാൻ സാമാന്യം നല്ല ജനക്കൂട്ടം. 16-ാം നമ്പർ ജേഴ്സിയിൽ ഒരു ഉണ്ട പയ്യൻ. അർജന്റീനയുടെ ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോളിൽ അതുവരെ ഒരു 16-കാരൻ പന്ത് തട്ടിയിട്ടില്ല. പക്ഷേ കോച്ച് അവനെ ആദ്യ 11-ൽ തന്നെ ഉൾപ്പെടുത്തി. സ്റ്റേഡിയത്തിൽ ടീം ലിസ്റ്റ് ഉച്ചത്തിൽ വായിച്ചു. അർജന്റീനോ ജൂനിയേഴ്സ് ജേഴ്സി നമ്പർ 16, ഡിയാഗോ ആർമാൻഡോ മറഡോണ. കളി തുടങ്ങി. അതിവേഗ നീക്കങ്ങൾ. 16-ാം നമ്പറിൽ കളിക്കുന്ന 16-കാരന്റെ കുസൃതിയിലുള്ള നീക്കം തടയാൻ ടെലേഴ്സിന്റെ വിഖ്യാത താരം ജുവാൻ ഡൊമിനോഗോ കബ്രാർ മുന്നോട്ട് വരുന്നു. പ്രതിയോഗിയെ കണ്ടപ്പോൾ പയ്യൻ ചെയ്ത കാര്യം രസകരമായിരുന്നു. കബ്രാറിന്റെ കാലുകൾക്കിടയിലൂടെ പന്ത് തട്ടിയിട്ട് മുന്നോട്ടോടി. നട്മക് എന്നാണ് ഫുട്ബോളിൽ ഈ തന്ത്രത്തെ പറയാറുള്ളത്. പ്രതിയോഗിയെ കബളിപ്പിക്കുക എന്ന തന്ത്രത്തിൽ സൂത്രം ഉപയോഗിച്ച് എതിരാളിയുടെ കാലുകൾക്കിടയിലൂടെ തന്നെ പന്തിനെ മുന്നോട്ടെത്തിക്കുക. ഉയരമില്ലാത്തതിനാൽ ഈ തന്ത്രം പ്രയോഗിക്കാൻ മിടുക്കനായിരുന്നു പയ്യൻസ്. കബ്രാർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പന്തുമായി പയ്യൻ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു. ആ മത്സരത്തിൽ അവന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ സാൻ ലോറൻസ എന്ന എതിരാളിക്കെതിരെ അടുത്ത മത്സരം അതേ 16-ാം ജേഴ്സിയിൽ അവൻ അർജന്റീനോ ജൂനിയേഴ്സിനു വേണ്ടി അവൻ സ്കോർ ചെയ്തു. കൊച്ചുപയ്യന്റെ സൂപ്പർ ഗോൾ വാർത്തയായി. അവൻ അങ്ങനെ ടീമിലെ സ്ഥിരക്കാരനായി. 1981 വരെ അതേ ടീമിനൊപ്പം 1-ാം ഡിവിഷനിൽ ഗംഭീരമായി കളിച്ചു.
167 കളികളിൽ നിന്നായി 115 ഗോളുകൾ. വാർത്തകളിൽ അവൻ നിറയാൻ തുടങ്ങി. സ്പോർട്സ് പേജുകളിൽ അവന്റെ ചിത്രങ്ങൾ മാത്രം വരാൻ തുടങ്ങി. വേഗതയിലും ഡ്രിബ്ലിംഗിലും ഏത് പ്രതിയോഗിയെയും വീഴ്ത്തുന്ന അവനുവേണ്ടി ഫാൻസ് അസോസിയേഷൻ രൂപപ്പെടാൻ തുടങ്ങി. അർജന്റീന എന്ന രാജ്യത്ത് അവനോളം പ്രശസ്തനായി മറ്റാരുമില്ലാതെയായി. ബൊക്കെ ജൂനിയേഴ്സ് ആയിരുന്നു അക്കാലത്ത് രാജ്യത്തെ അതിപ്രശസ്തമായ ക്ലബ്ബ്. 4 ദശലക്ഷം US$ നൽകിയാൽ നീ വരുമോ എന്ന് ബൊക്കെ പരിശീലകൻ പയ്യനോട് ചോദിച്ചു. അതിൽ കൂടുതൽ ഞങ്ങൾ നൽകാമെന്ന് മറ്റൊരു വമ്പന്മാരായ റിവർ പ്ലേറ്റ് പറഞ്ഞു. വലിയ പ്രതിഫലവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ കുട്ടിക്കാലം മുതൽ താൻ സ്വപ്നം കണ്ട ബൊക്കെ ജൂനിയർ സംഘത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. 1981 അന്നത്തെ റെക്കോർഡ് പ്രതിഫലത്തിൽ അവൻ ബൊക്കയുടെ പുതിയ കുപ്പായമണിഞ്ഞു. കരാർ ഒപ്പിട്ട് 2-ാം ദിവസം തന്നെ ഫസ്റ്റ് ഡിവിഷനിൽ ടെലേഴ്സ് ഡി കൊർദാബ തന്നെ പ്രതിയോഗികൾ. 4-1 ബൊക്കെ വിജയിച്ചു. അതിൽ 2 ഗോൾ അവന്റെ വകയായിരുന്നു. അർജന്റീനക്കാർ ഏറെ വാശിയോടെ കൊതിക്കുന്ന അംഗമാണ് ഫസ്റ്റ് ഡിവിഷനിലെ ബൊക്കെ റിവർ പ്ലേറ്റ് പോരാട്ടം. സ്പെയിനിലെ എൽ ക്ലാസിക്കോ പോലെ അർജന്റീനയിലെ ക്ലാസിക്കോ പോരാട്ടം. ഏപ്രിൽ 10 ആ ദിവസമായിരുന്നു ബ്യൂണസ് അയേഴ്സിലെ ആൽബർട്ടോ ജെ അർമാൻഡോ സ്റ്റേഡിയത്തിൽ സൂപ്പർ അംഗം. ബൊക്കെ ജൂനിയേഴ്സിന്റെ സ്വന്തം മൈതാനമാണിത്. 54,000 പേർക്ക് ഇരിപ്പിടം, ഒരു സീറ്റ് പോലും ഒഴിവില്ല. ആവേശ പോരാട്ടത്തിൽ ബൊക്കെക്കാർക്കായിരുന്നു ആധിപത്യം. 3-0 അവർ മത്സരം നേടുന്നു. റിവർ പ്ലേറ്റിന്റെ പിൻനിരക്കാരായ ആൽബർട്ടോ ടാറന്റീനി, ഫിലോൽ എന്നിവരെ വേഗതയിൽ പിറകിലാക്കി അവൻ നേടിയ ഗോളായിരുന്നു 3 ഗോളിൽ സൂപ്പറായത്. കോച്ചിന്റെ തന്ത്രങ്ങളിൽ അവന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ ക്ലബും കോച്ചുമാവുമ്പോൾ പിണങ്ങാതെ നിൽക്കണമല്ലോ. ഫസ്റ്റ് ഡിവിഷനിൽ എല്ലാ മത്സരങ്ങളും നിർണായകമായിരുന്നു. റേസിംഗ് ക്ലബിനെതിരായ അവസാന പോരാട്ടത്തിൽ തോൽക്കാതിരുന്നാൽ ബൊക്കെ ജൂനിയേഴ്സിന് കിരീടമുറപ്പ്. അവന്റെ മികവിൽ ടീമിന് കിരീടം. ഫുട്ബോൾ വാർത്തകൾ പിന്നീട് അവനെ കേന്ദ്രീകരിച്ചായിരുന്നു. 78 രാജ്യം ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചു. തനിക്ക് ലോകകപ്പ് സംഘത്തിൽ ഇടം ഉണ്ടാകുമെന്ന് അവൻ കരുതി. പക്ഷേ കോച്ച് സെസാർ മെനോട്ടി അവൻ പയ്യനാണെന്ന് പറഞ്ഞ് തഴഞ്ഞു. ഡാനിയൽ പാസറലയുടെ സംഘം കപ്പ് സ്വന്തമാക്കിയപ്പോൾ ആഘോഷത്തിൽ അവനും പങ്കാളിയായി. 78 ജപ്പാനിൽ നടന്ന ഫിഫ യൂത്ത് ലോകകപ്പിൽ അവനായിരുന്നു താരം. സോവിയറ്റ് യൂണിയനെ തകർത്ത് അർജന്റീന കിരീടം നേടിയപ്പോൾ അവൻ ചാമ്പ്യൻഷിപ്പിലെ താരമായി. 1982 ലോകകപ്പ് അർജന്റീനക്കാർക്ക് അഭിമാന പ്രശ്നമായിരുന്നു. സ്പെയിനിലായിരുന്നു ലോകകപ്പ്. അവൻ ടീമിലെത്തി. ആദ്യ കളിയിൽ തന്നെ ബെൽജിയത്തോട് തോൽവി. അടുത്ത കളികളിൽ ഹംഗറിയെയും എൽ സാൽവഡോറിനെയും പരാജയപ്പെടുത്തി 2-ാം റൗണ്ടിൽ. ടീമിൽ സീനിയർ ജൂനിയർ പ്രശ്നങ്ങൾ ഉടലെടുത്തതിനാൽ പ്രതീക്ഷിച്ച മികവിൽ അർജന്റീനയ്ക്ക് കളിക്കാനായില്ല. 2-ാം റൗണ്ടിൽ ബദ്ധവൈരികളായ ബ്രസീലിനോടും പിന്നെ ഇറ്റലിയോടും തോറ്റു. ടീം പുറത്തായി. ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ആ വർഷം ഇറ്റലിക്കാർ കപ്പ് സ്വന്തമാക്കിയപ്പോൾ അവൻ സ്വന്തം രാജ്യത്തിന്റെ ഗതിയോർത്ത് നിരാശനായി. ലോകകപ്പിന് ശേഷം അവനെ തേടി ബാഴ്സലോണയിൽ നിന്നും ക്ഷണമെത്തി. അങ്ങനെ അർജന്റീന വിട്ട് യൂറോപ്പിലെത്തി. സെസാർ ലൂയിസ് മെനോട്ടിയായിരുന്നു അന്ന് ബാർസ പരിശീലകൻ. കിങ്സ് കപ്പിൽ ബാർസ റയൽ മാഡ്രിഡ് കലാശം. അവനായിരുന്നു മിന്നിയത്. കിരീടം ബാഴ്സയ്ക്ക്. സ്പാനിഷ് സൂപ്പർ കപ്പിൽ അത്ലറ്റിക്കോ ബിൽബാവോയെ തോൽപ്പിച്ച് ബാഴ്സ കിരീടം നേടിയപ്പോഴും തിളങ്ങിയത് മറ്റാരുമായിരുന്നില്ല. ലാലിഗയിൽ എൽ ക്ലാസിക്കോ പോരാട്ടം. ബാഴ്സയും റയലും നേർക്കുനേർ. എൽ ക്ലാസിക്കോയുടെ വീറും വാശിയും. പന്ത് അവന്റെ കാലുകളിൽ. 3 ഡിഫൻഡർമാരെ ഓട്ടത്തിൽ പിറകിലാക്കുന്നു. മുന്നിൽ ഗോൾ കീപ്പർ ഓസ്റ്റിൻ മാത്രം. അദ്ദേഹത്തെയും കീഴ്പ്പെടുത്തിയപ്പോൾ ഇടത് വിങ്ങിൽ നിന്നതാ ജുവാൻ ജോസ് സ്ലൈഡിംഗ് ടാക്കിളുമായി വരുന്നു. ജോസിന് പന്ത് കിട്ടിയില്ല. അയാൾ ചെന്നടിച്ചത് പോസ്റ്റിന്. അപ്പോഴും പന്ത് അവന്റെ കാലുകളിൽ തന്നെ. എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം അവൻ പന്ത് വലയിലേക്ക് തള്ളി. ലാലിക കണ്ട സുന്ദരമായ ഗോൾ. റയൽ ആരാധകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇനി 1986 മെക്സിക്കോയിൽ ലോകകപ്പ്.
അവനായിരുന്നു അർജന്റീനയുടെ നായകൻ. ആദ്യ റൗണ്ടിൽ അതിഗംഭീര പ്രകടനം. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് പ്രതിയോഗികൾ. മത്സരം അസ്റ്റക സ്റ്റേഡിയത്തിൽ. ഗംഭീര പോരാട്ടത്തിൽ അർജന്റീനയുടെ ആദ്യ ഗോൾ അവന്റെ കൈകളിൽ തട്ടി വലയിലെത്തിയ പന്തിൽ. അത് വിവാദമായി. പക്ഷേ റഫറി ഗോൾ അനുവദിച്ചു. 4-ാം മിനിറ്റിന് ശേഷം അവന്റെ കരിയർ തന്നെ മാറ്റിയ ഗോളെത്തി. 5 ഇംഗ്ലീഷുകാരെയും ഗോൾ കീപ്പറെയും പിറകിലാക്കിയുള്ള സൂപ്പർ ഗോൾ. കേവലം 11 ടച്ചിലായിരുന്നു ആ ഗോൾ. ലോകം അതിനെ നൂറ്റാണ്ടിന്റെ ഗോൾ എന്ന് വിളിച്ചു. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് റേഡിയോ സുനോയുടെ പ്രണാമം.